ഏതെങ്കിലും സ്ഥാനമോഹികൾ അതിൻ്റെ പിന്നാലെ പോയി എന്ന് വരികയും ഞങ്ങൾക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ പാർട്ടി ചിഹ്നം കൊടുത്തു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മത്സരിച്ചു. ഒരു കൂറുമാറിയെങ്കിൽ മാത്രമേ ഫർദറായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടുള്ളൂ എന്ന് അവരിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകും. അവരിങ്ങനെ കൂറുമാറിപ്പോയി. അത് ഒരു കാര്യമല്ല, പിന്നെ ഒരു പാർട്ടി മാത്രമല്ല, പല പാർട്ടിയിലും അതൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിയിൽ നടന്നത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം ഈ പാർട്ടിയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അവരൊരിക്കലും അത് ചെയ്യില്ല. നമ്മൾ പറയുന്നത് ഒരു ചിഹ്നത്തിന് വേണ്ടി മാത്രമല്ലല്ലോ, ഒരു ആദർശത്തിന് വേണ്ടിയല്ലേ. ആദർശ ലംഘനം നടത്തി മറുഭാഗത്തോട്ടങ്ങനെ കൂടെ പോകുന്നു എന്ന് പറയുന്നത് വെറും സ്ഥാനമോഹം മാത്രമാണ്. അത് താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന നിക്ഷിപ്തമായ നടപടിയാണ്. നമുക്കതിനോട് യോജിക്കാനേ സാധ്യമല്ല. പക്ഷേ ഒരു മുഴുവൻ അംഗങ്ങളുമാണ് ഇങ്ങോട്ടേക്ക് മറികടന്ന് ചാടി അപ്പുറത്തേക്ക് പോയത്. ഏതെങ്കിലും ഒരാളായിരിക്കും അതിൻ്റെ അടിയിലുള്ളത്. ഈ മുഴുവൻ അംഗങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും അങ്ങനെ കൂടിയാലോചിച്ചിട്ട് വരാൻ സാധ്യതയില്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഡീൽ ഉറപ്പിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി കാണും. ആ വ്യക്തി മറ്റാളുകളെ കൂടി പ്രേരിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയതാകും. അതൊന്നും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തൊരു പ്രശ്നമേ അല്ല. അസാധാരണമായ വിധത്തിലുള്ള വിജയമല്ലേ കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം നേരെ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചില്ലേ. ഇടതുപക്ഷമായിരുന്നു നേരത്തെ മുമ്പിലുണ്ടായിരുന്നത്. അവർ നേരെ താഴോട്ട് പോയില്ലേ. അവർക്ക് പണ്ട് കിട്ടിയതിനേക്കാൾ പകുതിയിൽ താഴെയായി പോയില്ലേ. ജില്ലാ പഞ്ചായത്ത് 57 ആയിട്ട് മാറിയില്ലേ. എല്ലാം 50-50 അല്ലേ. മുനിസിപ്പാലിറ്റികൾ മഹാഭൂരിപക്ഷം ഞങ്ങൾക്കല്ലേ. ബ്ലോക്ക് പഞ്ചായത്തുകൾ മഹാഭൂരിപക്ഷം ഞങ്ങൾക്കല്ലേ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പറഞ്ഞതുപോലെ സ്ഥാനമോഹി ഒരു വഴിക്ക് പോയാൽ അതൊന്നും അല്ല പാർട്ടിയുടെ നിലപാട്. പാർട്ടിയുടെ നിലപാട് വളരെ വ്യത്യസ്തമാണ്. ആദർശശാലികളായിട്ടുള്ള പാവപ്പെട്ട പാർട്ടി പ്രവർത്തകൻ്റെ രക്തമാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ജനപ്രതിനിധികൾ. അത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളുണ്ടാകും. അവർക്ക് കിട്ടുന്ന സ്ഥാനമാണ് ഏറ്റവും വലുത് എന്ന് അവരാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. പക്ഷേ അവരെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ടാവും. അവൻ്റെ രക്തത്തിൽ ചവിട്ടിയാണ് ഈ പോകുന്നത് എന്നൊരു തോന്നലെങ്കിലും ഇവർക്കുണ്ടാകേണ്ടതായിരുന്നു. ഈ പാർട്ടി സംസ്ഥാനത്താകമാനം വലിയ നേട്ടമുണ്ടായി. പക്ഷേ ഇത്തരം ചെറിയ സംഭവങ്ങൾ ആ ശോഭ കെടുത്തുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഈ പ്രാദേശിക നടപടി സ്വീകരിക്കുന്നത് സംസ്ഥാന തലത്തിൽ അത്തരം നിർദ്ദേശം നൽകുന്നുണ്ടോ? അതല്ല, ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ, ഞങ്ങൾക്ക് വമ്പിച്ച നേട്ടമുണ്ടായി. എന്നോട് ഈ ചോദിച്ചത് തന്നെയാണ് കാര്യം. അതിൻ്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ ചീന വെടികൾ നടക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ഒരു പാർട്ടിയായിട്ട് മുന്നോട്ട് പോകും. ജനവിധി ഞങ്ങൾക്ക് അനുകൂലമാണ്. ജനവിധിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ആര് ശ്രമിച്ചാലും ശരി നടക്കാനും പോകുന്നില്ല. ഇത് താൽക്കാലികമല്ലേ. പാർട്ടി ചിഹ്നത്തിൽ വന്നിട്ടുള്ള ആൾ സ്വാഭാവികമായിട്ടും ഇവിടെ അച്ചടക്ക നടപടിക്ക് വിധേയരാകും. മാത്രമല്ല അവർക്കെതിരായിട്ടുള്ള കേസ് പോകും. അവർ ആൻസറബിളാണ്. അവസാനം അവിടെ തീരുമാനം വരുന്നതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ പോകൂ. അതുകൊണ്ട് കൂറുമാറിയവർക്ക് ആ സ്ഥാനം നിലനിർത്താൻ പറ്റും എന്നൊരു തെറ്റിദ്ധാരണയും വേണ്ട. അവർ കൂറുമാറി തൽക്കാലത്തേക്ക് അത് വൺ ടൈം അറേഞ്ച്മെൻറ്റാണ്. ഏക് ദിൻ കി രാജയാണ്. അതുകൊണ്ട് അവിടെ അവസാനിക്കും. പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞതാണ് LDFനെ താഴെ ഇറക്കാൻ വേണ്ടി ആരുമായിട്ടും ഒരു കൂട്ടുകെട്ടിനില്ല എന്ന്. പലയിടത്തും അങ്ങനെ SDP അടക്കമുള്ള പാർട്ടികൾ പിന്തുണച്ചപ്പോൾ മാതൃകാപരമായി കോൺഗ്രസ് രാജിവെക്കുകയും ചെയ്തു. പക്ഷേ ചിലയിടങ്ങളിൽ പ്രത്യേകിച്ച് കാണുന്നത് LDFന് പകരം വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ LDFന് താഴെ ഇറക്കാൻ വേണ്ടി മറ്റ് പലരുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നേരത്തെ എടുത്ത പാർട്ടി നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും എതിരാണെന്നുള്ളത് വ്യക്തമാകുന്നു. മാത്രമല്ല അതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സീറ്റുകൾ കിട്ടി, വമ്പിച്ച വിജയം. ഏതാണ്ട് ഒരു 60-70% ഞങ്ങളുടെ കയ്യിലുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ആയിട്ട്. ഇതിനൊക്കെ കുറച്ചുകൂടെ കൂട്ടാൻ വേണമെങ്കിൽ നമ്പർ കൂട്ടാൻ പറ്റുമായിരുന്നു. പക്ഷേ ആദർശം വിറ്റിട്ട് ആ നമ്പർ കൂടാൻ പറ്റും. ഞങ്ങളത് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ നിലപാട് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറഞ്ഞത്, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്കുണ്ട്, ആ വാക്ക് പാലിക്കും. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നിലപാടതാണ്. ഞങ്ങൾ നിലപാട് ജനങ്ങളോട് വിശദീകരിക്കും. ജനങ്ങളത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയാൽ പിന്നീട് ഞങ്ങളാ നിലപാടിൽ നിന്ന് പോകുന്ന പ്രശ്നമേയില്ല. ഞങ്ങൾ കൃത്യമായി ആ നിലപാടിൻ്റെ ഫോളോ അപ്പ് നടത്തി ഞങ്ങൾ ആ നിലയിൽ തന്നെ പോകും.